ഹായ് ഹലോ ഓൾ. ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് ഇറങ്ങിയത്. ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂര്യകാന്തി പടം കാണാനായിട്ടാണ് ഇറങ്ങിയത്. അതിനായിട്ട് നമ്മൾ തെങ്കാശിയിലോ ഗുണ്ടൽപേട്ടിലോട്ടുള്ള ഇന്നത്തെ യാത്ര നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്തെ മരിൻ എഡിസിറ്റി എന്ന് പറഞ്ഞ കോളേജ് വളപ്പിലാണ് ഈ സൂര്യകാന്തി പടം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ മേനംകുളം പോകുന്ന റൂട്ടിലാണ് ഈ കോളേജ് വരുന്നത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ സന്ദർശകർക്ക് പ്രവേശന സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വരിക, പാർക്ക് ചെയ്യുക, പാസ് എടുക്കുക, കയറുക. ആരവം 2026 എന്ന പേരിലാണ് ഈ ഫെസ്റ്റ് അറിയപ്പെടുന്നത്. ആൾക്കൊരാൾക്ക് 50 രൂപ ഫീസ് എന്ന കണക്കിലാണ് വരുന്നത്. അഡൾട്ട്സിന് 50ഉം ചിൽഡ്രൻസിന് 30 രൂപയാണ് ഫീസ് കണക്കാക്കുന്നത്. സൂര്യകാന്തി പാടം എന്നതിന് പുറമെ ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ. പൽചക്രങ്ങളും ഊഞ്ഞാലുകളും സെൽഫി പോയിൻറ്റുകളും അങ്ങനെ കൊണ്ട് നമുക്ക് ഫുൾ ടൈം നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. ഐ ലവ് നാടൻ എന്ന് പറഞ്ഞിട്ടുള്ള സെൽഫി പോയിൻറ്റുകളും ആരവം എന്നെഴുതിയ മനോഹരമായ ആർച്ചും എല്ലാം നമുക്ക് നല്ല കാഴ്ച ഒരുക്കി തരുന്നുണ്ട്. സുജിത്ത് എന്നൊരു വ്യക്തിയുടെ പ്രയത്നഫലമായാണ് ഇവിടെ ഈ 5.5 ഏക്കറിൽ ഈ ഒരു മനോഹരമായ വിസ്മയം തീർക്കാൻ പറ്റിയിരിക്കുന്നത്. സൂര്യകാന്തി എന്നൊരു ഫ്ലവർ ഷോ കാണാൻ വേണ്ടി മാത്രം വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഫ്ലവറുകളും ചെടികളും കാണാനായിട്ട് സാധിച്ചു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കോഴിപ്പൂവും കാര്യങ്ങളൊക്കെയാണ്. പുറമേ കരനെല്ലും അതിൽ ഇപ്പോൾ ഒരു പൽച്ചക്രം വെച്ചിട്ട് ചവിട്ടി കളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിന് പുറമേ കൃഷിക്കായി ഉപയോഗിക്കുന്ന ട്രാക്ടറുകളും പണിയായുധങ്ങളും എല്ലാം അവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ചീര കൃഷിയും മറ്റ് കൃഷികളും എല്ലാം ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി ഈ ടൈമിൽ അതൊന്നും വളർന്ന് വലുതായിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കോഴികളും താറാവുകളും ആട്ടിൻ കുട്ടികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ സ്പോട്ട് കാണാൻ പോകുന്നത്. ജെണ്ടുമല്ലികൾ നട്ടിരിക്കുന്നത്. ചോളമുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ജെണ്ടുമല്ലികൾ പല കളറിൽ മഞ്ഞ, വെള്ള, ഓറഞ്ച് എന്നീ കളറിൽ വെറൈറ്റി ആയിട്ട് മനോഹരമായി നട്ടിട്ടുണ്ട്. അതിനപ്പുറം ലാസ്റ്റിലാണ് സൂര്യകാന്തി പാടം കാണുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി സൂര്യകാന്തി കാണാൻ വേണ്ടിയിട്ട് തെങ്കാശിയിലോട്ടോ ഗുണ്ടൽപേട്ടിലോട്ടോ നല്ല പൈസ ചിലവാക്കി മുടക്കി പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾക്ക് വേണ്ടി ഒരു കർഷകൻ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വില കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് കൂടുതലും നമ്മുടെ നാടിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. സൂര്യകാന്തി കാണാനായിട്ട് ഞാൻ ചെന്ന ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിക്കാണ്. വൈകിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല വെയിൽ കത്തിക്കിടപ്പുണ്ട്. അതുകൊണ്ട് ഫേസിലൊക്കെ നല്ല രീതിക്ക് വെയിൽ. വൈകിട്ട് 6 മണി വരെ നമുക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വെയിൽ താന്നിട്ട് ഒരു 5 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള നമുക്ക് സൗകര്യം കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്തവണത്തെ ഓണം നമ്മുടെ ട്രിവാൻഡ്രംകാർ തന്നെ നോക്കിയിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും പോയി സമയം കളയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും അടിപൊളി ഒരു സ്പേസിൽ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ആരവം 2026 മരിൻ എഡിസിറ്റിയിൽ ഒരുക്കി തന്നിരിക്കുന്നത്.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.